കല്യാണത്തിന്റെ അന്ന് തന്നെ പാലുകാച്ച് നടത്തണമെന്നാ. മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയെ കിട്ടാതിരുന്നത് കൊണ്ട് ഇനിയിപ്പോ വീട് പണി തുടങ്ങാലോ അല്ലേ? ആക്ഷൻ! അങ്ങനെ ദുഷ്യന്തനും ശകുന്തളയും പോലെ, ഷാജഹാനും മുംതാസും പോലെ, പരീക്കുട്ടിയും കറുത്തമ്മയും പോലെ, തയ്യൽക്കാരനും സുമതിയും അഗാധ പ്രണയത്തിലായി. അത് ജോറായി. അംബുജാക്ഷ, ഈ ന്യൂ ജനറേഷൻ എന്നതാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ പുതുമകളൊക്കെ ഉണ്ടാവുമെന്ന് പിള്ളേര് പറഞ്ഞായിരുന്നു. പുതുമയോ? മലയാളിക്ക് എന്തിനാ പുതുമ? പഴമയിൽ വീമ്പ് പറഞ്ഞ് ജീവിക്കുന്ന ഒരു ആക്രി സൊസൈറ്റി അല്ലേ നമ്മള്. പാട്ടിന്റെ കാര്യം പറഞ്ഞ പഴയ പാട്ട്, രാഷ്ട്രീയം പറഞ്ഞ അച്യുതമേനോന്റെ കാലത്ത്, സിനിമ പത്മരാജന്റെ സിനിമ. ഈ പറയുന്നവന്മാരൊക്കെ അന്ന് തിയേറ്ററിൽ പോയി കണ്ടിരുന്നെങ്കിലേ പത്മരാജ സാറിന്റെ ഒരു ഒറ്റ പടം പൊട്ടുകയിലായിരുന്നേ. അതെ അതെ. ഇനി പുതുമയുള്ള ഒരു പടം ആരെങ്കിലും എടുത്താലോ കോപ്പിയടിയാണോ നോക്കിയിരിക്കല്ലേ സൈബർ സേതുരാമയ്യരന്മാര്. ഇവന്റെ ഒക്കെ കണ്ണ് വെട്ടിച്ചാലോ വേറെയുണ്ട് ശല്യങ്ങള്. വ്യാജ സീഡിക്കാര്, പ്രൊഡ്യൂസറിനേക്കാൾ ലാഭമല്ല യുവമാരുണ്ടാക്കുന്നത്. എന്നാ ഈ പടത്തിന്റെ വ്യാജ CD നമുക്ക് തന്നെ അങ്ങ് ഇറക്കിയാലോ? വേണ്ട. അല്ല, നേരത്തെ പറഞ്ഞ ഈ ഷാജഹാനും ശകുന്തളയൊക്കെ ഈ കഥയിലെ തയ്യക്കാരന്റെ ബന്ധുക്കളായിരിക്കും അല്ലേ? ഇനി കഥയിൽ ഒരു സർപ്രൈസ് വേണം. ഉണ്ട്. ഓ, കറുത്തമ്മയെ കെട്ടാൻ ചെമ്മീനിൽ പളനി വന്നതുപോലെ തയ്യൽക്കാരന്റെ വില്ലനായി ഗൾഫുകാരൻ വരികയാണ്. يلا لك مصر. ഡ്രൈവർ ഒരു അറബിക് മ്യൂസിക് ഇടൂ. ഓ ശരി സാർ. അമ്പുജാക്ഷ, ഗൾഫുകാർ മലയാള സിനിമയിലെ സ്ഥിരം കോമാളികളല്ലേ. നമുക്ക് വേണ്ടത് വില്ലനും. ഗൾഫുകാരനെ UK കാരനാക്കാം. Buddy? Yeah. Hi, broker. How are you, man? How are you? Wow. Joseph and E costume. അത് വില്ലന്മാർ ഇപ്പൊ കോമഡി ആയിട്ടുണ്ട്. അതാണ് ഇപ്പൊ ഇങ്ങനെ. Oh, that's cool. Okay, let's go. Yes, boss. Yeah. Wow. Thank you. Yeah. Awesome backwaters, huh? Awesome. Black waters. അതെ, നമ്മൾ കാണാൻ പോണ പെൺകുട്ടികളെ നോക്കി. Oh, that's awesome. Awesome. 19 വയസ്സേ ഉള്ളൂ. Okay. പോരാത്തതിന് മലയാളത്തിലുള്ള പേരും സുമതി. ഒരു സിനിമാ നടിയുടെ മുഖശ്രീയാ. സിനിമയിൽ അഭിനയിക്കാൻ പോയിരുന്നെങ്കിൽ സംവിധായകൻ തന്നെ കല്യാണം കഴിച്ചേനെ. Holy cow! Wow! Tailoring! ബൗ, അവിടെ ഉണ്ടല്ലോ ടൈലർ, പീറ്റർ ഇംഗ്ലണ്ട്. ആഫ്രിക്ക എന്നുള്ള ഇറക്കുമതിയാന്ന് തോന്നുന്നു. യുകെയിലെ കംപ്ലീറ്റ് റെഡിമെയ്ഡാ. ഷോപ്പിൽ ചെന്നിട്ട് സ്മോൾ എന്ന് പറഞ്ഞാൽ മതി, ഷർട്ട് എടുത്ത് കൈ തരും. സ്മോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എടുത്ത് കൈ തരും ബാസ്. പക്ഷേ അത് പൂട്ടാത്ത ബാറിൽ പോയി പറയണം. Funny chap. Come on, go. ഈ രണ്ട് നടന്മാരും ഒരാളാണെങ്കിലും ബൽറാം വേഴ്സസ് താരാദാസിലെ പോലെ ഇത് ഈ സിനിമയിലെ ആരും തന്നെ തിരിച്ചറിയുന്നില്ല. ആഹാ, കൊള്ളാലോ. വന്നോ? ഇന്ന് വേൾഡ് ഓൾഡ് ഏജ് ഡേ ആയിട്ട് നീ തയ്യൽക്കാരനായി ബിരിയാണി കൊടുക്കാൻ പോകുന്നു പറഞ്ഞിട്ട് മണവാട്ടിയായിട്ട് ഇവിടെ ഒരുങ്ങിയിരിക്കുകയാണല്ലേ. പൊടി, അവൾക്ക് തമാശ പറയാൻ കൊണ്ടൊരു നേരം.
നിന്റെ തയ്യൽക്കാരന് ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ വിളിച്ചു പറഞ്ഞെങ്കിൽ ആ UK കാരന്റെ വഴിയെങ്കിലും തടയായിരുന്നില്ലേ? അതെങ്ങനാ? വലിയ തിരക്കുള്ളവരായിട്ടും ജഗദീഷ് ശ്രീകുമാറും ഉമ്മൻചാണ്ടി എ കാനഡി ഒന്നും മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല എന്നല്ലേ പറയുന്നത്? എടി നിന്റെ UK കാരൻ സാഹിബ് വന്നു എന്നാ തോന്നുന്നേ. Elephant shit. Huh? ആനപ്പെട്ടമാണ് ബോസ്. Is it? ആനയുണ്ട്, മേയാൻ വിട്ടിരിക്കാം. അമ്പാരില്ല, പകരം ബസ്സാ. Wow, Sumati. Sum. നല്ല വെളുത്ത തൊടുത്ത സായിപ്പാണല്ലോ. നിനക്ക് കാണണ്ടേ? ചെറുക്കം വന്നല്ലോ. Nice. യാത്രയൊക്കെ സുഖമായിരുന്നോ? Actually, UK പെട്ടെന്ന് എത്തി. എയർപോർട്ടിൽ നിന്ന് ഇവിടെ എത്താനായിരുന്നു ടഫ്. അതിന് ആകാശത്ത് കട്ടില്ലല്ലോ. ഇവറ്റകളോട് ഒന്നും വേണ്ടാന്ന് പറഞ്ഞതാ. എന്ത് ചെയ്യാനാ, ജന്മിയെ ജനിച്ചു പോയില്ലേ. ജന്മിയാണെങ്കിൽ എന്തൊരു എളിമ. Yeah, please. Well, this is my wife. Oh, hello. നമസ്തേ. Yep, cool. അതെ, കുറച്ച് കൂൾ ഡ്രിങ്ക്സ് ആവാതെ. നല്ല ശമ്പളമൊക്കെ ഉണ്ടാവില്ലേ UK? 55,000 pounds. അപ്പൊ കാശായിട്ടൊന്നും കിട്ടില്ലേ? OLX properties? Yes, of course. Yeah. മോ മാത്രമേ വന്നിട്ടുള്ളൂ? മോന്റെ അച്ഛനും അമ്മയും? എനിക്ക് അച്ഛനും അമ്മയുമില്ല. ഫെർണാണ്ടസ് അച്ഛൻ്റെ അനാഥാലയത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ. എന്തു പറ്റി മോനെ? ഞാൻ ജസ്റ്റ് ഒന്ന് വിദൂരതയിലേക്ക് നോക്കിക്കോട്ടെ. ബെക്കിംഗ്ഹാം തെരുവിലെ 666 നമ്പർ അപ്പാർട്ട്മെന്റിൽ ഇന്ത്യൻ വംശജരായ ബില്യനേഴ്സ് മിസ്റ്റർ ആൻഡ് മിസസ് നായർക്ക് കുട്ടികളുണ്ടാവാത്തതും ജന്മനാട്ടിൽ നിന്നൊരു കുട്ടിയെ ദത്തെടുക്കാൻ തോന്നിയതും എൻ്റെ ഭാഗ്യം. ഓക്കുമരങ്ങളുടെ ചരിവിലുള്ള ആ വീടിൻ്റെ പടികളിലൂടെ എൻ്റെ കുഞ്ഞുകാലികൾ ഓടിക്കയറിയത് കോടീശ്വരനിലേക്കുള്ള ചുവടുകളായിരുന്നു. സുമതിക്ക് ചൊവ്വാദോഷം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ? നോ പ്രോബ്ലം. ചൊവ്വാദോഷമുണ്ടെങ്കിൽ മാരേജ് തിങ്കളാഴ്ചയോ ബുധനാഴ്ചയോ നടത്താം. സോറി, എന്റെ മോളായതുകൊണ്ട് പറയുന്ന ഞാൻ വരച്ച വരയ്ക്കപ്പുറം അവൾ പോകും. Oh, that's a nice വര. സുമതി, എക്സ്ക്യൂസ് മീ. Yes. 1 minute. Please. ആനപ്പെട്ടതിന്റെ ബില്ല്. ആനപ്പെട്ടത്തിന് 100 rupees കുറച്ച് കൂടുതലാ. കാഴ്ചവെച്ച ഇൻഷുറൻസ് എത്രയാ? 6,999 രൂപ. ഹലോ, ഒരു നല്ല കാര്യത്തിനായോണ്ട് ബാർഗൈൻ ചെയ്യില്ല. പോട്ടാ, ഇവരെ സെറ്റിൽ. ശരി. നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായി കുനിയാമായിരുന്നു. എന്താ ഇവിടെ ആർക്കും ചെവിയാക്കില്ലേ? അതെ, സുമതിക്ക് ഇപ്പൊ കല്യാണം വേണ്ടെന്ന്. ടെസ്സെ പോലെ ബാംഗ്ലൂർ നേഴ്സായിട്ട് മതി. ഇത്രേ ഒരു ടെസ്സ ഒന്നേ ഉള്ളൂന്ന് വെച്ച് ലാളിച്ചു കൊടുത്താൽ കുഴപ്പാ. ആ മോൻ വിചാരിച്ചാലേ നിന്നെ ബ്രിട്ടനിലെ കൊട്ടാരത്തിൽ ഹെഡ് നേഴ്സ് വരെയാക്കും. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക വെച്ചേ. അങ്ങോട്ട് കൊടുക്കും. എടുത്ത് കഴിക്കും. ഈ വെളിച്ചത്തല്ലേ നല്ലോണം നോക്കിക്കൊള്ളിട്ടോ, ഇല്ല കണ്ടില്ല എന്നൊന്നും പറഞ്ഞേക്കേ. കുട്ടികൾക്ക് തനിയെ സംസാരിക്കണമെങ്കിൽ സംസാരിച്ചോട്ടെ. അതിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യമുണ്ട്. You know, some funny talks. Go. Please. Go. Please. Come on. Yep. Wow. What a beautiful natural swimming pool. Sum, I'm extremely sorry. സ്കോട്ട്ലൻഡ് യാർഡിലെ സമർത്ഥനായ ഇൻസ്പെക്ടർ കെയ്റ്റ് വിൻസ്ലെറ്റിനെയും വിക്ടോറിയ ബെക്കാമിനെയും ഡെയിലി കാണുന്ന ഒരു ന്യൂജൻ ബറി. അങ്ങനെയുള്ള എനിക്ക് ഈ കുഗ്രാമത്തിൽ നിന്നും ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടില്ല എന്നായിരുന്നു വിചാരിച്ചത്. അങ്ങനെ വിചാരിച്ചതിൽ ഐ ആം എക്സ്ട്രീംലി സോറി.
ഈ ഫേസ് ഒന്ന് കാണാൻ ഫേസ്ബുക്കിലെ എല്ലാ സുമിതമാരെയും ഞാൻ സെർച്ച് ചെയ്തു. 22FKയിലെ ടെസയുടെ ഫോട്ടോ ആണല്ലേ പ്രൊഫൈൽ പിക്കായിട്ടിരിക്കുന്നത്. എനിക്കൊരു കാര്യം ഐ നോ ആക്ച്വലി ഞാനത് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. ഒരു അപരിചിതൻ കാൻഡി ക്രഷ് സാഗ കളിക്കാൻ ഇൻവൈറ്റ് ചെയ്തപ്പോൾ വരാതിരുന്നതല്ലേ? അത് ഞാൻ സുമതിയുടെ ക്യാരക്ടർ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. ബട്ട് യു ജസ്റ്റ് എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ബൈ ദ വേ, can I have a selfie with you? Say cheese. It's okay. Hey. Huh? Nice. See you guys. Oops. Keep it. Vecholo. Jos, go man. Yes, boss. റഹ്മാൻ കൊള്ളാലോ. Oh man. ഇവളുടെ ബ്രോക്കർ ഫീസ് പിടിച്ചോ. ഒരു ഐസ് ഫ്രൂട്ടനെയും കൊണ്ട് വന്നിരിക്കുന്നു. അല്ല, ഞാൻ ചോദിച്ചതിന് ഇതുവരെ മറുപടിയൊന്നും പറഞ്ഞില്ല. എത്ര തവണ പറഞ്ഞിരിക്കുന്നു പ്രേമിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല ഞാനെന്ന്. എന്നെ കുറിച്ച് തനിക്ക് എന്തറിയാം? പറഞ്ഞാലല്ലേ അറിയൂ. പണക്കാരായ മറ്റെല്ലാ കുട്ടികളെയും പോലെ ബോംബെയിലെ ഒരു ഫ്ലാറ്റിൽ നിറമുള്ള കുട്ടിക്കാലമായിരുന്നു എന്റേതും. അച്ഛൻ എത്ര ബിസിനസ് ടെൻഷൻ ഉണ്ടായിരുന്നാലും ഒരു ദിവസവും വൈകിയിരുന്നില്ല. സന്തോഷം അലതല്ലിയ വീട്. എല്ലാ ദിവസവും അച്ഛൻ എന്റെ ഒപ്പം ഇരുന്ന് ദൂരദർശൻ കാണുമായിരുന്നു. കടുത്ത ചുമയുള്ളപ്പോൾ പോലും എല്ലാം തകർന്നത് പെട്ടെന്നായിരുന്നു. ആ സന്തോഷവും സ്നേഹവും എല്ലാം. പുകവലിച്ച് ക്യാൻസർ വന്ന വിവരം അച്ഛൻ ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു. ഒരാഴ്ച കഴിഞ്ഞ് ആംബുലൻസ് വന്നപ്പോഴാ നാട്ടിലെത്തിയ ഞാൻ കുട്ടിമാമയുടെയും വല്യമാമയുടെയും കാരുണ്യം കൊണ്ട് മാത്രമാ ജീവിക്കുന്നത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് എന്റെ പിന്നാലെ നടക്കരുതെന്ന്. എനിക്ക് തന്റെ പിന്നാലെ നടക്കാനല്ല, ഒപ്പം നടക്കാനാണ് ഇഷ്ടം. പ്രേമിക്കാനൊക്കെ പോയാ ദാ അതുപോലെയാവും നമ്മുടെ അവസ്ഥ. Carry on. അച്ഛൻ തീയതി വരെ നിശ്ചയിച്ചു. കല്യാണത്തിന് ഇനി ഒരാഴ്ചയും കൂടിയേ ഉള്ളൂ. ആ UK ഫ്രോഡാണ് ഹണിമൂൺ സിംഗപ്പൂർ വേണോ ആൻഡമാൻ വേണോ എന്ന് ചോദിച്ച് നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കുവോ. എന്തായാലും നേരായ മാർഗത്തിൽ നമ്മുടെ കല്യാണം നടക്കില്ല എന്ന് മനസ്സിലായ സ്ഥിതിക്ക് എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ ആകെ കുഴപ്പത്തിലാവും. സുമതി പേടിക്കണ്ട, ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അവന്റെ സ്കാൻഡിനേവിയൻ പോലീസ് ഫോഴ്സ് മുഴുവൻ നമുക്കെതിരെ അണിനിരുന്നാലും I will marry you. കോട്ടാ, കേണൽ GK പിള്ളയുടെ വരവുകാൻ സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഡയലി. ഇതിന് മാത്രം എന്താ ഉണ്ടായേ? കേട്ടില്ലതിന്റെ മോളുടെ വിശേഷം? തള്ളയുടെ വളർത്തു ദോഷം കൊണ്ടാ പെൺമക്കൾ വഴിയേറ്റുന്നത്. ഹലോ, ഗ്രെഗോറി സ്പീക്കിംഗ്. പോലീസുകാർക്ക് എന്താ ഇവിടെ കാര്യം? സാർ, അകത്ത് ആരുമില്ല സാർ. തയ്യൽക്കാരൻ, സറണ്ടർ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും. മര്യാദയ്ക്ക് കീഴടങ്ങാനാ പറഞ്ഞത്. തയ്യൽക്കാരൻ, കീഴടങ്ങുക. എവിടെ? സറണ്ടർ. ഹലോ സാറേ,
ഞാനാണ് തയ്യൽക്കാരൻ. എന്തിന്? അതൊക്കെ അങ്ങ് സ്റ്റേഷനിൽ ചെന്നിട്ട് കേരള വണ്ടിയിലോട്ട്. ഇതിന്റെ പിന്നിൽ ആരാണെന്ന് എനിക്കറിയാം. വിതിൻ 24 hours അയാൾ എന്റെ മുന്നിൽ മുട്ടുമടക്കിയിരിക്കും. എന്തോ ഡോണ്ട് ടച്ച്. ഒന്ന് പിടിക്കോ പോലീസുകാരാ. വിറക് വെട്ടുകാരനെ ശുംഭൻ വിളിച്ചെന്ന്. ശുംഭൻ എന്ന് വെച്ചാൽ ശബ്ദധാരാവലിയിൽ പ്രകാശിക്കുന്നവനെന്നും അർത്ഥമുണ്ടേ. ഊരിപ്പോരും. പോലീസ് സ്റ്റേഷൻ ആവുമ്പോ ഗാന്ധിജിയുടെ പടം വേണം. സിഐയുടെ മേശപ്പുറത്ത് ഗ്ലോബ്, ചുവരിൽ ഇന്ത്യയുടെ മാപ്പും സർക്കാർ കലണ്ടറും വേണം. ഷർട്ടിടാത്ത 2-3 പ്രതികളും. സെൽഫി വിത്ത് 1ാം പ്രതി. ഹീറോയോട് പ്രത്യേകം പറയണമായിരിക്കും ഷർട്ട് ഊരാൻ. സാറേ കമ്മീഷണർ ഇപ്പൊ എത്തുന്നു. ഇയാളോട് ഇതാരാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പറഞ്ഞത്? വല്ല ഇൻസ്പെക്ടർ ആയിരിക്കും. ഒടുക്കത്തെ ഇൻസ്പെക്ഷൻ. ഇത് പുതിയ സിറ്റി പോലീസ് കമ്മീഷണർ KP ബെന്നി. സിനിമയിലായതുകൊണ്ട് നിങ്ങൾക്ക് ഇയാളെ സറഫുദ്ദീൻ താരമസിന്നോ വിക്രം ഖോർപ്പഡെന്നോ ഇസറാഖ് ഖുറേഷിന്നോ വിളിക്കാം. ബ്രോ, നീ ഇവിടെ? അതും വെറും ഒരു തയ്യൽക്കാരനായി? ആളെ വേണ്ടത്ര മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അഹമ്മദാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലെ ഏറ്റവും മിടുക്കനായ സ്റ്റുഡന്റ്, ടൈം മാഗസിന്റെ യങ് ടാലന്റ് ഓഫ് ദ മില്ലേനിയം, നാഷണൽ ജോഗ്രഫിക് മാഗസിന്റെ 50 മസ്റ്റ് മീറ്റ് പേഴ്സണാലിറ്റീസിലെ ഏഷ്യയിൽ നിന്നുള്ള ഏകയാൾ, കൂടാതെ 5ഓളം ഫോറിൻ കൺട്രീസിന്റെ ദേശീയ പതാക തയ്ച്ചു കൊടുത്തയാൾ. 10 തലയാ ഇവന്. തനി രാവണൻ. എന്താണോ ഇവരുടെ പേരിലുള്ള കേസ്? സാർ, അത് പിന്നെ ഇന്ന് തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇതിന് പിന്നിൽ ആരായാലും അവരെ കുറിച്ചുള്ള ഫുൾ റിപ്പോർട്ട്സ് നാളെ മോർണിംഗിൽ എന്റെ ടേബിളിൽ കാണണം. IPS പരീക്ഷയ്ക്ക് പോകാൻ വണ്ടിക്കൂലിക്ക് കാശില്ലാതിരുന്നപ്പോ കാതിലെ കടുക്കനൂരി തന്നത് ഇവന്, എന്റെ സുഹൃത്തും വഴികാട്ടിയും. മിനിസ്റ്റർ ഫോണാ സർ. അന്വേഷിച്ചോണ്ടിരിക്കുകയാണ് സർ. വിത്തിൻ 24 hours തുമ്പ് കിട്ടിയിരിക്കും. ഉർവശി തീരോ റോങ് നമ്പർ. എടോ, താങ്കളോട് പറഞ്ഞ മിനിസ്റ്ററുടെ ഫോണാണെന്ന്. അല്ല സർ, സാധാരണ സിനിമയിൽ ഈ സമയം മിനിസ്റ്റർ ആയിരിക്കുമല്ലോ വിളിക്കുന്നത്. ബ്രോ, ബ്രോയെ ദൈവമായിട്ടാണ് ഇങ്ങോട്ട് എത്തിച്ചത്. അർജന്റായ ഒരു ഹെൽപ്പ് ഡിപ്പാർട്ട്മെന്റ് വേണം. ഡ്യൂഡ്, കം. ഷുവർ. അല്ല, യജമാനോട് ചെന്ന് പറഞ്ഞേക്ക്, കേരള പോലീസിനല്ല ഇന്ത്യൻ ആർമിയെ അയച്ചാലും എന്റെ ഒരു രോമത്തെ പോലും തൊടാൻ പറ്റില്ല. വിതിൻ 24 hours ഞാൻ തീരുമാനിച്ച ഞാൻ ചെയ്തിരിക്കും. തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ താൻ ചെയ്യും. സോറി. ബോംബെ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട കാശ്മീർ ടെററിസ്റ്റ് ഷെയ്ഖ് മുഹമ്മദ് ഇലിയാസിന്റെ ജിമെയിലിൽ അവർ കോഴിക്കോട് പ്ലാൻ ചെയ്തിരിക്കുന്ന ആക്രമണങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. ബ്രോ, അയാളുടെ പാസ്വേഡ് ഊഹിച്ച് കണ്ടുപിടിച്ച് ആ വിവരങ്ങളെല്ലാം ഈ ഫ്ലോപ്പി ഡിസ്കിലാക്കി തരണം. I'll try. സർ, സുരേഷ് ഗോപി സാറിനെ പോലെ ലഗസിന്നും വാപ്പച്ചിന്നും ഒക്കെ, പിന്നെ ഹോളി ബൈബിളിൽ നിന്നൊക്കെ ഞങ്ങൾ അടിച്ചു നോക്കി സർ. കമ്പ്യൂട്ടർ എടുത്തില്ല. ഡോണ്ട് വറി മാൻ. ബ്രോ, യെസ് പ്ലീസ്. കൺട്രോൾ എന്റർ. ഓക്കെ. ഷെയ്ഖ് മുഹമ്മദ് ഇലിയാസ്. ഇലിയാസ് മുഹമ്മദ് ഷെയ്ഖ്. ഷെയ്ഖ് 1 2 3. യെസ്. ഇലിയാസ് 1 2 3. മുഹമ്മദ് ഷെയ്ഖ്. ഇലിയാസ് 2015. സോറി ബ്രോ, ഒരു ക്ലൂ പോലും ഇല്ലാതെ. ക്ലൂ? യെസ്, ഇല്യാസിന്റെ പക്കൽ നിന്ന് ഒരു ഇംഗ്ലീഷ് പുസ്തകം പിടിച്ചെടുത്തിരുന്നു. പുറംചട്ട ഇല്ലാത്തതുകൊണ്ട് കണ്ടുപിടിക്കാനായി ഹൈദരാബാദിലെ പോലീസ് ട്രെയിനിങ് അക്കാഡമിയിലേക്ക് അയച്ചിരിക്കുകയാണ്. സാർ,
ആ ബാഗിൽ നിന്ന് കാപ്പാടെന്ന് അടയാളപ്പെടുത്തിയ കോഴിക്കോടിന്റെ ഒരു മാപ്പും ഉറുമി എന്ന സിനിമയുടെ സബ് ടൈറ്റിലുള്ള കള്ള DVD കണ്ടെടുത്തിട്ടുണ്ട്. ഓഹോ, എങ്കിലേ നേരത്തെ പറയണ്ടേ? കേരള പോലീസിന്റെ മാനം കാത്തു. സമ്മാനമായിട്ട് ഒരു കഥകളി തല വാങ്ങിച്ചു തരട്ടെ. ഏയ്, അതൊന്നും വേണ്ട. എനിക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ പോലീസ് യൂണിഫോം തയ്ക്കാനുള്ള ബൾക്ക് ഓർഡർ തന്നാൽ മതി. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. ഇപ്പൊ തന്നെ DGPക്ക് ഫാക്സ് ചെയ്യാം. പുണ്യകാളൻ സർ. യെസ് സർ. DGP ഇപ്പോഴും നമ്മുടെ പഴയ ജഗന്നാഥ വർമ്മ സാർ തന്നെയല്ലേ? അതെ അതെ. കേരള പോലീസിന് ഇനിയും ഇതേപോലെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഓക്കേ. അമ്മ ഞാൻ അങ്ങോട്ട് വിളിക്കാം. സീൻ 35. തയ്യൽക്കാരൻ കമ്മീഷണർ ഓഫീസിൽ നിന്നും സുമതിയെ കാണാൻ ആശുപത്രിയിലേക്ക് ഒരു സെക്കൻഡ്. ഹലോ. ആ, രഘുത്തമനാ സാറേ. പറഞ്ഞോളൂ. ഞാൻ ഒരു മീറ്റിംഗിലാ. അതെ. വീഡിയോ ഗെയിമാ. അംബുജാക്ഷൻ ഇതിനു മുമ്പ് ഈ കഥ മറ്റേതെങ്കിലും സംവിധായകരോട് പറഞ്ഞിട്ടുണ്ടോ? നായകനെ പട്ടാളക്കാരുടെ തയ്യക്കാരനാക്കി മേജർ രവി സാറിനോട് പറയാനിരുന്നതാ. വേറെ തിരക്കഥ വല്ലതും എഴുതുന്നുണ്ടോ? ഇപ്പൊ 2 പേര് ചേർന്ന് എഴുതുന്നതാണല്ലോ ട്രെൻഡ്. അതുകൊണ്ട് ഞാനും എന്റെ അണ്ണൻ തമ്പിയും കൂടി അമ്പു തമ്പി തായങ്കരി എന്ന് പറയുന്ന ഒരു സ്ഥലപ്പേരാണോ? ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ചരിത്രമുള്ള സ്ഥലമൊന്നും അല്ല സാറേ. പിന്നെ പെൺവാണിഭങ്ങളൊന്നും നടന്ന് സ്ഥലപ്പേര് പത്രത്തിൽ വന്നിട്ടില്ല. അത് കറക്റ്റ്. പ്ലാൻ ചെയ്തിരുന്നു. സാരമില്ല, സംഘടനയേക്കാൾ വലുതല്ലോ നടൻ. ഓക്കെ സർ, താങ്ക് യു. നായകന്റെ കൂട്ടുകാരനായ പ്ലാൻ ചെയ്ത ഗ്രിഗറിയെ സിനിമാ സംഘടന ബാൻ ചെയ്തെന്ന്. സംഘടനയോട് പറയാതെ അയാൾ അളിയന്റെ കല്യാണ വീഡിയോയിൽ അഭിനയിച്ചെന്ന്. വിലക്കിയ സ്ഥിതിക്കിനെ ഒഴിവാക്കിയേ പറ്റൂ. പേടിക്കണ്ട, ബാനിനൊന്നും തൊടാൻ പറ്റാത്ത ഒരാളെ കൊണ്ട് നമുക്ക് ആ റോള് ജയിക്കാം. അംബുജാക്ഷൻ ധൈര്യമായിട്ട് ബാക്കി കഥ പറ. സുമതി, ഈ പേഷ്യന്റിനെ ഒന്ന് എക്സ്ട്രാ റൂമിലേക്ക് ആക്കണേ. അല്ല അതെ, ഇനി ഒന്നും ആലോചിക്കാനില്ല. ഇന്ന് രാത്രി 11:55 ട്രെയിനിന് നമ്മൾ ബോംബെക്ക് ഒളിച്ചോടുന്നു. പതുക്കെ. അതെ, ബോംബെ കളക്ടർ മിസ്റ്റർ ദാമോദർജി എന്റെ വളരെ ഇന്റിമേറ്റ് ഫ്രണ്ടാ. അവൻ നമുക്ക് വേണ്ടി PWD ഗസ്റ്റ് ഹൗസ് വരെ ഒഴിപ്പിച്ചിടും. എല്ലാം ശരിയാക്കിയിട്ട് രാത്രി രഹസ്യമായിട്ട് ഞാൻ വീട്ടിലേക്ക് വരാം. വേണ്ട, ഞാൻ തേക്കടിയിൽ വരാം രാത്രി. ഓക്കെ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ശരി. അയ്യോ, ബാംബെ ചെല്ലുമ്പോ 2 പേരും കൂടി മറാത്ത മന്ദിർ തിയേറ്ററിൽ പോയി ഷാറൂഖ് ഖാന്റെ ദിൽവാല ദുൽഹനിയ പടം കാണണം. ഞാനും നിന്റെ അപ്പൂപ്പനും കൂടെ 20 വർഷം മുമ്പ് ബോംബെ ചെന്നപ്പോ കണ്ട പടമാ. ബഡേ ബഡേ ദേശോ മേ ഐസി ചോട്ടി ചോട്ടി ബാത്തേ ഹോത്തി രഹത്തി ഹേ. ടു ബി ഫ്രാങ്ക്, നിങ്ങളുടെ ഈ സ്നേഹം കാണുമ്പോൾ എനിക്ക് എൻ്റെ ഡാഡിയും മമ്മിയും തിരിച്ചു കിട്ടിയ പോലെ തോന്നുന്നു. ഇനി മോനെ ഡാഡിയും മമ്മിയും ഒക്കെ ഞങ്ങളല്ലേ? അല്ലടി. താങ്ക് യു. മോ വിഷമോ കൂടിച്ചേർക്ക്. ഓ വേണ്ട അങ്കിൾ. അങ്കിളിന്റെ മുന്നിൽ ഞാൻ കുടിക്കില്ല. നോ, ഐ കാൺട്ട്. വൗ, മ്യൂസിക്.
അതാ ഊര് തണ്ടിയാ. നീലം വീട് വിറ്റ് പോയെന്ന് ചെന്ന് പറഞ്ഞേക്ക്. ഇവിടുത്തെ പഴയ താമസക്കാരനെ കാണാനാ. എന്റെ ഒരു സന്തോഷത്തിന് മോനൊരെണ്ണം കഴിക്കണം. അതിൽ കുറച്ചുള്ള ബഹുമാനൊക്കെ തന്നാ മതി. ആക്ച്വലി only one peg. Come on. Yeah, it's a pleasure. ടച്ചിങ്സിന് കുറച്ച് പിക്കിൾസ് കിട്ടിയിരുന്നെങ്കിൽ അതിനെന്താ കുട്ടിയെ? നീ എവിടേക്ക് മോളെ സുമതി, ആ ലവലോലിക്ക പിക്കിൾ കുറച്ചും എടുത്തോ. പിക്കൾ അവളിട്ടതാ. കുടുംബശ്രീയിൽ അച്ചാറിടുന്നതിൽ അവളാ ഫസ്റ്റ്. മോളെ സുമതി, സുമതി ലവലോലിക്ക പിക്കിൾ എടുത്തു കൊടുക്ക്. ഇപ്പോ സെർവ് ചെയ്യാൻ മടിയാണെങ്കിൽ വേണ്ട, ഇനിയും ടൈം കിടക്കുകയല്ലേ. സെർവ് ചെയ്യാതിരിക്കാൻ മോൻ അനിയനല്ലോ. വേണ്ട അങ്കിൾ, പിക്കിൾ കഴിച്ചാൽ എക്കിൾ എടുക്കും. വിളമ്പി കൊടുക്കടി. ഇല്ല. എന്താ കുട്ടിയത്? ആ മോൻ വെറും ഒരു അതിഥിയല്ലോ, നാളെ നിന്നെ വേളി കഴിക്കാൻ പോണ ആളാ. പെൺകുട്ടികൾക്ക് ഇത്ര നിൽക്കാനും പാടില്ല കേട്ടോ. അതെ, നിന്റെ മനസ്സിൽ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. എങ്കിൽ കേട്ടോ, എന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ അത് നടക്കില്ല. അങ്കിൾ കൊക്കിനെയും വളർത്തുന്നുണ്ടോ? എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയിട്ടല്ല. കല്യാണം ഉറപ്പിച്ച പെണ്ണായി പോയി. I can manage. Of course. You carry on. Oh, thank you. Buddy. Yeah. എന്താണ് സുമതിയുടെ പ്രോബ്ലം? എന്നോട് പറഞ്ഞോളൂ. ഐ ആം വെരി ഓപ്പൺ. സി, കുട്ടിയുടെ വെർജിനിറ്റി 8ാം ക്ലാസ്സിൽ വെച്ച് കളഞ്ഞു പോയെന്നോ എവിടെയെങ്കിലും വെച്ച് മറന്നു പോയെന്നോ പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ. എനിക്കില്ലാത്തത് ഞാനും പ്രതീക്ഷിച്ചു കൂടല്ലോ. മാരേജ് എങ്കിൽ മാരേജ്, അതല്ല ലിവിങ് ടുഗദർ എങ്കിൽ അങ്ങനെ. ഐ ആം റെഡി ഫോർ എനിത്തിങ്. മാത്രമല്ല, ഐ ലൈക്ക് നഴ്സസ് ബിക്കോസ് nurses like to do night duty. Wow. മുഖത്ത് ശുണ്ഠി വരുമ്പോഴാണ് സുമതിയെ കാണാൻ കൂടുതൽ സൗന്ദര്യം. ഈ ബ്യൂട്ടി ഞാനൊന്ന് പകർത്തിക്കോട്ടെ. ദയവായി എന്റെ പിന്നാലെ വരരുത്. ഞാനൊന്ന് സമാധാനമായിട്ട് ജീവിച്ചോട്ടെ. എന്നെ ശല്യം ചെയ്യരുത് പ്ലീസ്. പ്ലീസ്. ധിക്കാരം പറയുന്നു. ഇന്ന് നിന്നെ ഞാൻ അങ്കിൾ let me say. എന്തായി കാട്ടുന്നത്? പ്ലീസ് പ്ലീസ്. കാശിന് വകയില്ലാത്തൊരു തയ്യൽക്കാരൻ നിന്റെ മനസ്സിൽ. ഒരു കോടീശ്വരനെ കൊണ്ടുവരാൻ കഴിയുമെങ്കിലേ കല്യാണം നടത്താൻ എനിക്കറിയാം. എല്ലാ സിനിമയിലെയും സങ്കടം വരുന്ന നായികമാരെ കൂട്ട് സുമതി ലൈറ്റ് ഓണും ഓഫും ആക്കിക്കൊണ്ടേയിരിക്കണം.